ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ ഇടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഓരോ ടീമിൻ്റെയും IPL സാധ്യതകളെക്കുറിച്ചുള്ള, അതായത് പ്ലേ ഓഫ് സാധ്യതകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത് തുടരുകയാണ്. കാരണം ഇപ്പോൾ നിലവിൽ IPLൽ ഇന്നലത്തെ പഞ്ചാബ് കിങ്സും അതേപോലെ LSGയും തമ്മിലുള്ള മത്സരത്തോടുകൂടി 29 കളികൾ പൂർത്തിയായല്ലോ. അതായത് ഏതാണ്ട് 20% IPL മത്സരങ്ങൾ ലീഗ് സ്റ്റേജിൽ പൂർത്തിയായിട്ടുണ്ട്. ഇനിയും ഒരുപാട് കളികൾ ബാക്കിയുണ്ട്, ശരിയാണ്. പക്ഷേ നിലവിലെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇനിയുള്ള എല്ലാ ടീമുകൾക്കും എത്ര മത്സരങ്ങൾ വിജയിച്ചാലാണ് പ്ലേ ഓഫിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണല്ലോ മുംബൈ ഇന്ത്യൻസ് ഉള്ളത്. കളിച്ച 5 കളികളിൽ നിന്ന് ഒരു വിജയം മാത്രമായി 2 പോയിന്റാണ് അവർക്കുള്ളത്. ഇന്ന് അവർക്ക് ഗുജറാത്ത് ടൈറ്റൻസുമായി മത്സരമുണ്ട് താനും. സോ ഇന്നത്തെ കളിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബാക്കിയുള്ള മുംബൈ ഇന്ത്യൻസിന്റെ 9 മത്സരങ്ങളിൽ അറ്റ്ലീസ്റ്റ് 7 അവർക്ക് വിജയിച്ചേ പറ്റൂ. എന്നാൽ മാത്രമാണ് പ്ലേ ഓഫ് കണ്ടന്റേഴ്സ് ആയിട്ടുള്ള 16 പോയിന്റുകളിലേക്ക് MI എത്തിപ്പെടുകയുള്ളൂ. നമ്മൾ തമ്പനയിലിൽ ഇനി 3 കളികൾ തോറ്റാൽ ഇവർ പുറത്താവും എന്നുള്ളൊരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, അത് മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലും ബാധകമാണ്. കാരണം ഇനിയും ഒരു 3 മത്സരങ്ങൾ കൂടി തോൽക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ഏതാണ്ട് പുറത്തായി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ടീമുകളുടെയൊക്കെ റിസൾട്ട് അത്രയും അനുകൂലമായിട്ട് മുംബൈ ഇന്ത്യൻസിന് സംഭവിക്കുകയും വേണം. ഏതായാലും 4 കളികൾ തോറ്റാൽ 100% മുംബൈ ഇന്ത്യൻസ് പുറത്താവും. പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തുള്ള KKRലേക്ക് വരികയാണെങ്കിൽ 7 കളികളിൽ നിന്ന് അവർക്ക് 3 പോയിന്റാണല്ലോ ഉള്ളത്. ഇന്നലെ അവർ സീസണിലെ ആദ്യ വിജയം രാജസ്ഥാൻ റോയൽസിനെതിരെ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി അവർക്ക് ബാക്കിയുള്ളത് 7 മത്സരങ്ങളാണ്. അതിൽ 7ലും വിജയിച്ചാലാണ് അവർക്ക് 17 പോയിന്റുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക. അതിൽ 6 വിജയിച്ചാൽ പോലും പ്ലേ ഓഫിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ എന്നുള്ളത് സംശയകരമാണ്. 2 മത്സരങ്ങൾ കൂടി KKR തോൽക്കുകയാണെങ്കിൽ എന്തായാലും അവർ പുറത്താവുന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. CSKയ്ക്കും LSGയ്ക്കും 6 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റാണ് ഉള്ളത്. ഇനി അവർക്ക് 8 കളികൾ ബാക്കിയുണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് 6 വിജയിക്കണം. എന്നാൽ മാത്രമേ 16 പോയിന്റുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. സോ ഈ 2 ടീമുകൾക്കും ഇനിയുള്ള ഓരോ മത്സരങ്ങളും അതിനിർണായകമാണെന്ന് തന്നെ പറയേണ്ടി വരും. 6ാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസിന് 5 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുകളുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന്റെയും അവസ്ഥ ഇതേപോലെ തന്നെയാണ്. ഈ 2 ടീമുകൾക്കും ഇനി ബാക്കിയുള്ള 9 മത്സരങ്ങളിൽ 5 വിജയിച്ചാൽ തന്നെ 16 പോയിന്റുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. 6 വിജയിക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാനും കഴിയും. സോ DCക്കും GTക്കും അത്ര കടുപ്പമല്ല കാര്യങ്ങളെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. SRHലേക്ക് വരികയാണെങ്കിൽ 6 മത്സരങ്ങളിൽ നിന്നാണ് അവർക്ക് 6 പോയിന്റ് ഉള്ളത്. ഇനി ബാക്കിയുള്ള 8 മത്സരങ്ങളിൽ 5 വിജയിച്ചാൽ തന്നെ അവർക്ക് 16 പോയിന്റുകൾ ലഭിക്കും. സാധാരണ ഒരു ടീമിന് 16 പോയിന്റുകൾ ലഭിച്ചാൽ തന്നെ ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കുന്നതാണ്. ഏതായാലും 6 മത്സരങ്ങൾ വിജയിച്ചാൽ ഉറപ്പായിട്ടും SRH പ്ലേ ഓഫിലേക്ക് എത്തുകയും ചെയ്യും. രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ കളിച്ച 6 കളികളിൽ നിന്ന് അവർക്ക് 8 പോയിന്റാണ് ഉള്ളത്. സോ ഇനിയും 8 മത്സരങ്ങൾ ബാക്കിയുണ്ട്. 6നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ എളുപ്പമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബാക്കിയുള്ള 8 മത്സരത്തിൽ 4 വിജയിച്ചാൽ തന്നെ, അതിൽ പകുതി കളികൾ വിജയിച്ചാൽ തന്നെ അവർക്ക് 16 പോയിന്റുകൾ ലഭിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. RCBയുടെയും കാര്യം ഇതേപോലെ തന്നെയാണ്. 6 കളികളിൽ നിന്ന് 8 പോയിന്റാണല്ലോ RCBക്കും ഉള്ളത്. ഈ 2 ടീമുകൾക്കും ഇനി ബാക്കിയുള്ള 8 മത്സരങ്ങളിൽ 4 വിജയിച്ചാൽ തന്നെ 16 പോയിന്റുകൾ ലഭിക്കും. 5 വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് നമുക്ക് 100% പറയാനും സാധിക്കും. PB കേസിലേക്ക് വരികയാണെങ്കിൽ കളിച്ച 6 മത്സരങ്ങളിൽ ഇതുവരെ ഒരു പരാജയം പോലും അറിയാതെ കുതിച്ചു പായുകയാണല്ലോ ശ്രേയസ് അയ്യറിന്റെ പഞ്ചാബ് കിങ്സ്. അവരെന്തായാലും പ്ലേ ഓഫിലേക്ക് ഉണ്ടാവുമെന്നേ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഏതായാലും കളിച്ച 6 കളികളിൽ നിന്ന് 11 പോയിന്റായി കഴിഞ്ഞിരിക്കുന്നു PB കേസിന്. ഇനി ബാക്കിയുള്ളത് 8 കളികൾ. അതിൽ 4 വിജയിച്ചാൽ തന്നെ, വേണ്ട 3 വിജയിച്ചാൽ തന്നെ 17 പോയിന്റുകൾ ലഭിക്കും. സോ PB കേസ് ഇപ്പോൾ തന്നെ പ്ലേ ഓഫിലേക്കുള്ള ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ടോപ്പ് 4 ആരൊക്കെ ഉണ്ടാവും? അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.